വക്കഫ് ഭൂമിയല്ല, വക്കഫ് രജിസ്റ്റർ ചെയ്തത് ശരിയായില്ല, വക്കഫ് ബോർഡ് ഭൂമി കൊള്ളയടിക്കുന്നു എന്നുള്ള നിരവധി പരാമർശങ്ങൾ നടത്തിയതിന് ശേഷം കോടതി പറയുന്നു, എന്നിരുന്നാലും ഈ ഭൂമി വക്കഫ് ബോർഡിൽ വക്കഫായി രജിസ്റ്റർ ചെയ്തതിനെ ഞങ്ങൾ റദ്ദ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അതാണ് ഇതിൻ്റെ വിധി. ഈ വക്കഫാണെന്ന് അംഗീകരിച്ചാൽ നാളെ ഹൈക്കോടതിയും നിയമസഭയും സെക്രട്ടേറിയറ്റും കുത്തബ് മീനാറും താജ്മഹലും ഒക്കെ വക്കഫാകലു വരുമല്ലോ എന്ന് പറയുന്ന പരാമർശം, ഭൂമി കൊള്ളയടിക്കുന്നു എന്ന പരാമർശം ഏറ്റവും താഴെ നിലവാരത്തിലുള്ള വലതുപക്ഷ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും ഉന്നത കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് നിരാശാജനകമാണ്. കോടതി നടത്തിയ ഇത്തരം പരാമർശങ്ങൾ തുടർന്നു വരുന്ന വ്യവഹാരങ്ങൾ, അത് ട്രൈബ്യൂണലായാലും ഹൈക്കോടതി അപ്പീലിന്മേലായാലും സുപ്രീം കോടതി അപ്പീലിന്മേലായാലും ഇത്തരം പരാമർശങ്ങൾ ഈ വിഷയത്തെ സങ്കീർണമാക്കും. മുനമ്പം വക്കഫ് ഭൂമി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോടതിയുടെ ഒരു വിധി പ്രസ്താവന നടക്കുകയുണ്ടായി. മുനമ്പത്തെ ഭൂമിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ട് എറണാകുളത്തെ കേന്ദ്രമായ വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്നൊരു സംഘടന നൽകിയ ഹർജിയിന്മേൽ ആണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ആ വിധി ആദ്യം വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതി സമർപ്പിച്ച ഹർജിയിൽ സിംഗിൾ ബെഞ്ച് കമ്മീഷനെ റദ്ദ് ചെയ്തുകൊണ്ട് വിധി പറയുകയും അതിന്മേൽ അപ്പീൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, കമ്മീഷനെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിഷയമാണിതല്ല, ഈ കമ്മീഷൻ്റെ ഈ വിഷയത്തിൽപ്പെടാത്ത, കമ്മീഷനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നൊരു ഹർജിയുടെ വിഷയത്തിൽപ്പെടാത്ത മുനമ്പ വഖഫ് ഭൂമിയുടെ സ്റ്റാറ്റസ് സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് സംബന്ധിച്ച്, അല്ലെങ്കിൽ നിലവിലെ അതിൻ്റെ അവസ്ഥ സംബന്ധിച്ച കുറേ കാര്യങ്ങൾ കോടതി പരാമർശിക്കുകയുണ്ടായി, വിധി പ്രസ്താവത്തിൻ്റെ ഭാഗമായി പരാമർശിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും വിചിത്രമായി തോന്നിയൊരു വാദം എന്ന് പറയുന്നത് 70 കൊല്ലമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വൈകിയ വഖഫ് ബോർഡിൽ ഈ ഭൂമി വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യാൻ 70 കൊല്ലം വൈകിയതുകൊണ്ട് ഇത് വഖഫല്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് അത്ഭുതപ്പെടുത്തുന്നൊരു കോടതി പരാമർശമാണത്. വൈകി എന്നതുകൊണ്ട് ഒരു ഭരണഘടനാനുസൃതമായി സ്ഥാപിതമായ ഒരു ബോഡിയാണല്ലോ വഖഫ് ബോർഡ്. ആ ബോർഡിൽ ഒരു വഖഫായി രജിസ്റ്റർ ചെയ്ത അതിന് കൃത്യമായ രേഖകളുള്ള ഒരു വഖഫ് പ്രോപ്പർട്ടി വഖഫിൽ രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിന് ഒന്നുകിൽ വഖഫ് ബോർഡിനെ ശാസിക്കുകയാണ് കോടതി ചെയ്യേണ്ടിയിരുന്നത്. അതല്ല, വൈകിയെങ്കിലും അത് രജിസ്റ്റർ ചെയ്തല്ലോ എന്നതിന് അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് കോടതി. ഇത് രണ്ടിലേത് ചെയ്യണമെന്നത് സംബന്ധിച്ച് കോടതിക്ക് ധാരണ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ കോടതി പഠിക്കേണ്ടിയിരുന്നത് ഈ 70 വർഷത്തെ കാലതാമസം സംബന്ധിച്ച് സാങ്കേതിക പ്രശ്നങ്ങളാണ്. സാങ്കേതികമായി എന്തെല്ലാം തടസ്സങ്ങളാണ് ഇതിനുണ്ടായിരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കോടതി അതിനെ അഭിനന്ദിക്കണോ അല്ലെങ്കിൽ ശാസിക്കണോ എന്ന് തീരുമാനിക്കേണ്ടിയിരുന്നത്. അത് നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ 70 വർഷത്തെ കാലത്തിനിടയിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നിർണായക ഘടകമാണ് ഫറൂഖ് കോളേജിൻ്റെ നിലപാടുകളും നടപടികളും. ഈ ഭൂമി സംബന്ധിച്ച ഈ വർഷത്തിനിടയിൽ, ഈ 70 വർഷത്തിനിടയിൽ ഫറൂഖ് കോളേജ് സ്വീകരിച്ച നടപടികൾ, അവരുടെ സാങ്കേതികമായ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ്. മറിച്ച് 70 കൊല്ലമായി ഇത് വഖഫിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നുകൊണ്ട് ഇത് വഖഫല്ല എന്ന് പറയുന്നത് ഒരു ഭരണഘടനാനുസൃതമായ സ്ഥാപനത്തെ എന്താ പറയുക, നിരാകരിക്കുന്നതിന് തുല്യമാണത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം അത് ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതയെ പരിശോധിച്ചില്ല എന്ന് പറയുന്നത് നിരാകരിക്കുന്നതിന് തുല്യമാണ്. മറ്റൊരു വിഷയം കോടതി നടത്തിയിരിക്കുന്ന നിരവധി പരാമർശങ്ങളാണ്. ഈ വഖഫ് ഭൂമി സംബന്ധിച്ച് ബോർഡിനെ പറഞ്ഞിരിക്കുന്നത് വഖഫ് ബോർഡ് ഭൂമി കൊള്ളയടിക്കുന്ന സ്ഥാപനമായി മാറിയെന്നാണ്. ഭൂമി കൊള്ളയടിക്കുന്നു എന്ന ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കോടതി അങ്ങനെ പരാമർശിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല. നിയമപരമായ അതിൻ്റെ നിലനിൽപ്പിന് തന്നെ ആ പരാമർശം നിലനിൽക്കുമെന്ന് തന്നെ അറിയില്ല. ഈ രീതിയിൽ ആ വഖഫ് ബോർഡിനെ രജിസ്റ്റർ ചെയ്ത് ഭൂമി കൊള്ളയടിക്കുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു പരാമർശം നിലനിൽക്കുമെന്നുള്ളത് അറിയില്ല. അത് നിയമപരമായ നിലനിൽക്കാത്തൊരു പരാമർശവും നിലനിൽക്കാത്തൊരു വാദവുമാണത്. കോടതി അത്തരം കാര്യങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുഖവിലക്കെടുത്തിട്ടാണോ ഇത് പറഞ്ഞതെന്ന് അറിയില്ല. കാരണം നിലവിൽ അത് വഖഫ് ഭൂമിയാണെന്ന് സംബന്ധിച്ച നിരവധി രേഖകൾ ഉണ്ട്. സിദ്ദീഖ് സേട്ട് എന്നയാൾ ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത കൃത്യമായ ആധാരം, വഖഫ് എന്ന് പരാമർശിക്കുന്ന, യാതൊരു തർക്കത്തിനും ഇടയില്ലാത്ത വിധം പരാമർശിക്കുന്ന രേഖകൾ, അതിനുശേഷം അത് എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ രജിസ്റ്ററിലുള്ള രേഖകൾ, വഖഫ് എന്ന് തന്നെ വഖഫായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് രജിസ്റ്ററിലെ രേഖകൾ, അത് സംബന്ധിച്ച് തർക്കമുടലെടുത്തപ്പോൾ 1971 പറവൂർ കോടതി വിധി, ആ വിധി എന്ന് പറയുന്നത് കേവലം ഒരു കോടതി വിധി എന്നതിനപ്പുറം റിസീവറേയും ഒക്കെ വെച്ച് അന്വേഷിച്ച് കൃത്യമായി ഭൂമിയുടെ സ്റ്റാറ്റസും ഭൂമിയുടെ അവസ്ഥയൊക്കെ പരിശോധിച്ചതിന് ശേഷം രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറവൂർ കോടതി വിധി പറഞ്ഞത്. അതിനെതിരെ പോയ അപ്പീലിന്മേലും കോടതി തള്ളിക്കൊണ്ട് ആ വിധി, പറവൂർ കോടതി വിധി ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ടുള്ള അന്നത്തെ ഹൈക്കോടതിയുടെ ഓർഡർ, ഇത്തരം നിരവധി കാര്യങ്ങൾ. അതിനുശേഷം നിസാർ കമ്മീഷൻ സർക്കാർ നിയോഗിച്ച അന്നത്തെ സർക്കാർ നിയോഗിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട്
സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാർ ആ തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തതാണ്. അതാണ് വിഷയം. ആ തുടർ നടപടികൾ ആരംഭിച്ചതായിട്ട് അന്ന് നിസാർ കമ്മീഷന് അന്യാധീനപ്പെടുന്ന വഖഫ് ഭൂമികൾ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജിയിന്മേൽ ആ ഹർജി കൊടുത്ത ആളുകൾക്ക് സർക്കാർ കൊടുത്ത രേഖകളുണ്ട് ഈ തുടർ നടപടികൾ സർക്കാർ ആരംഭിച്ചതായിട്ട്. ഇത്തരം നിരവധി രേഖകളും സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിരിക്കും. അതൊന്നും പരിശോധിക്കാതെയാണ് കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത്. വിധി എന്ന് പറയാൻ പറ്റില്ല, കോടതി പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. വിധി സത്യത്തിൽ കമ്മീഷനെ പുനർനിയമിച്ചു കൊണ്ടുള്ളത് മാത്രമാണ് വിധി എന്ന് പറയാവുന്നുള്ളൂ. മറിച്ച് കോടതി അതിൽപ്പെടാത്ത കാര്യങ്ങൾ എന്ന നിലക്ക് മുനമ്പം വഖഫ് ഭൂമിയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ചും തർക്കം സംബന്ധിച്ചും ഒരു ഇടപെടൽ നടത്തിയിരിക്കുക, അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. കാരണം അനാവശ്യമെന്ന് പറയാൻ കാരണം കോടതി നിലവിൽ വഖഫ് ഭൂമിയുടെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ട്രൈബ്യൂണൽ, വഖഫ് ട്രൈബ്യൂണൽ നിലനിൽക്കെ, ആ ട്രൈബ്യൂണൽ കേസ് നിലനിൽക്കെ ആ കേസിനെ ബാധിക്കും വിധം, ഏത് രീതിയിൽ ബാധിക്കുമെന്നറിയാത്ത, ഏത് കക്ഷിക്ക് അനുകൂലമായും വരാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന വിധത്തിൽ കോടതി പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു എന്നത് വളരെ ഒട്ടും കോടതിയുടെ ഭാഗത്തുനിന്ന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. സുപ്രീം കോടതിയുടെ ബാബറി മസ്ജിദ് സംബന്ധിച്ച വിധി പോലൊരു വിചിത്രമായൊരു സംഭവമാണ് ഇതിൽ മനസ്സിലാവുന്നത്. കാരണം വഖഫ് ഭൂമി, മുനമ്പം വഖഫ് ഭൂമിയെ സംബന്ധിച്ച് വഖഫല്ല എന്നും ആ വഖഫല്ല എന്ന് പറയാൻ നിരവധി കാരണങ്ങൾ, നിലനിൽക്കാത്ത കാരണങ്ങൾ കോടതി പറയുകയും അവസാനം കോടതി പറയുന്നു ഇത് വഖഫ്, എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞത് വഖഫല്ല, വഖഫ് ഭൂമിയല്ല, വഖഫ് രജിസ്റ്റർ ചെയ്തത് ശരിയായില്ല, വഖഫ് ബോർഡ് ഭൂമി കൊള്ളയടിക്കുന്നു എന്നുള്ള നിരവധി പരാമർശങ്ങൾ നടത്തിയതിന് ശേഷം കോടതി പറയുന്നു എന്നിരുന്നാലും ഈ ഭൂമി വഖഫ് ബോർഡിൽ വഖഫായി രജിസ്റ്റർ ചെയ്തതിനെ ഞങ്ങൾ റദ്ദ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അതാണ് ഇതിൻ്റെ വിധി. മറിച്ചുള്ള ആഘോഷങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, മറിച്ചുള്ള ആഘോഷങ്ങൾക്ക് പ്രസക്തിയുമില്ല. ആരെങ്കിലും അതിൻ്റെ പേരിൽ ആഘോഷിക്കുന്നു നിലനിൽക്കില്ല. കാരണം ആ പരാമർശങ്ങൾ നീക്കി കിട്ടാൻ മേൽക്കോടതിയിൽ പോകാൻ ആളുകളുണ്ട്, സാധ്യതയുമുണ്ട്. അത് നിലനിൽക്കില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്താമോ എന്നുള്ളതാണ് ഈ കേസ് സംബന്ധിച്ച് എന്നെ അല്ലെങ്കിൽ നിരവധി ആളുകളെ അലട്ടുന്ന പ്രശ്നം. കാരണം കോടതിയുടെ ഒരു നിലവാരത്തിൽ നിന്ന് താന്ന് ഈ ഭൂമി വഖഫായി കൊടുത്താൽ, ഈ വഖഫാണെന്ന് അംഗീകരിച്ചാൽ നാളെ ഹൈക്കോടതിയും നിയമസഭയും സെക്രട്ടേറിയറ്റും ഖുത്തുബ് മീനാറും താജ്മഹലും ഒക്കെ വഖഫാകൽ വരുമല്ലോ എന്ന് പറയുന്ന പരാമർശം, ഭൂമി കൊള്ളയടിക്കുന്നു എന്ന പരാമർശം ഏറ്റവും താഴെ നിലവാരത്തിലുള്ള വലതുപക്ഷ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും ഉന്നത കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് നിരാശാജനകമാണ്. കോടതി വിധി എന്ന് പറയാനും പറ്റില്ല, വിധിയല്ല. വിധി ഉണ്ടായിരിക്കുന്നത് കമ്മീഷനെ പുനർനിയമിച്ചുകൊണ്ടുള്ള വിധിയാണ്. ഓക്കെ, അത് സർക്കാരിൻ്റെ അധികാരമാണ്. സർക്കാരിൻ്റെ അധികാരത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഒരു കമ്മീഷൻ വന്നെങ്കിലും മറ്റൊരു കമ്മീഷനെ വെക്കാനും, ആ കമ്മീഷനെ റദ്ദ് ചെയ്യാനോ ആ കമ്മീഷൻ നിലനിൽക്കെ തന്നെ മറ്റൊരു കമ്മീഷനെ വെക്കാനോ സർക്കാരിന് അധികാരമുണ്ട്. ആ അധികാരത്തെ അംഗീകരിച്ചു കോടതി എന്നാണ് പറയുന്നത്. മറ്റ് കേസെന്ന് പറഞ്ഞാൽ മുനമ്പം വഖഫ് ഭൂമിയുടെ നിലനിൽപ്പ് സംബന്ധിച്ച, അതിൻ്റെ വഖഫാണോ അതിൽ സംബന്ധിച്ച രേഖകൾ നിലനിൽക്കെ ഇങ്ങനെ ഒരു പരാമർശങ്ങൾ നടത്തി പോകുക എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ വിഷയത്തെ പരിഹരിക്കാനല്ല, സങ്കീർണമാക്കാനേ ഉപകരിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഈ കോടതി നടത്തിയ ഇത്തരം പരാമർശങ്ങൾ തുടർന്നു വരുന്ന വ്യവഹാരങ്ങൾ, അത് ട്രൈബ്യൂണലായാലും ഹൈക്കോടതി അപ്പീലിന്മേലായാലും സുപ്രീം കോടതി അപ്പീലിന്മേലായാലും ഇത്തരം പരാമർശങ്ങൾ ഈ വിഷയത്തെ സങ്കീർണമാക്കും. കാരണം നിലവിൽ രേഖകൾ ഈ പരാമർശങ്ങൾക്ക് അനുകൂലമല്ല. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലല്ല കോടതി പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്.